എഗ്രീയിങ് ടു ഡിസഗ്രി, വിയോജിപ്പ് സമ്മതിക്കുക എന്നൊരു തത്വമുണ്ട്. വിയോജിപ്പ് സമ്മതിക്കുക എന്നതിനർത്ഥം നാം വിയോജിക്കുന്ന ഒരാളുമായി ധാരണയിലെത്തുക എന്നാണ്. നാം വിയോജിപ്പ് സമ്മതിക്കുമ്പോൾ മറ്റേയാളുടെ മനസ്സ് മാറ്റാൻ പോകുന്നില്ലെന്ന് അംഗീകരിക്കുകയാണ്. അവിടെയാണ് കലഹവും ശണ്ഠയും പിണക്കവുമൊക്കെ ഒഴിഞ്ഞു മാറുന്നത്. ഈ ഒരു നിലപാട് ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടതായി വരാം. ഇവിടെ യോജിപ്പും വിയോജിപ്പും എന്താണെന്നതിനേക്കാൾ ബന്ധങ്ങളിലൂടെ സമാധാനം സ്ഥാപിക്കുകയും അത് നിലനിർത്തുന്നതുമാണ് പ്രാധാന്യം. ഗൗരവമേറിയതും ഘനമേറിയതും ആത്മീയ സത്യങ്ങളും ഉൾക്കൊള്ളുന്ന കാര്യങ്ങളിലല്ല, മറിച്ച് നിസാരവും അമിത പ്രാധാന്യവുമല്ലാത്ത കാര്യങ്ങളോടുള്ള വിയോജിപ്പ് സമ്മതിക്കുക എന്നത് നല്ല ഒരു സമീപനമായിരിക്കാം. പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിൽ, സഭാതലങ്ങളിൽ ഈ ഒരു തത്വം അന്വർത്ഥമാകേണ്ടിയിരിക്കുന്നു. തിരുവചനം പറയുന്നു, കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം, സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. ഒന്ന് തന്നെ സംസാരിക്കാനും ഏക മനസ്സോടെയും ഏകാഭിപ്രായത്തോടെയും എല്ലാവരുമായിരിക്കുവാനും കഴിഞ്ഞെന്ന് വരികയില്ല. ഓരോരുത്തർക്ക് അവരവരുടേതായ അഭിപ്രായങ്ങളും ന്യായങ്ങളുമുണ്ട്. അതിൽ വിയോജിപ്പുകൾ സ്വാഭാവികം. പൊതുവെ വിയോജിപ്പുകളാണല്ലോ ഭിന്നതകൾ ക്ഷണിച്ചു വരുത്തുന്നത്. എന്നാൽ നമുക്ക് അംഗീകരിക്കുവാൻ കഴിയുന്നത്ര വിയോജിപ്പുകളെ സമ്മതിക്കുവാനുള്ള മനസ്സും തീരുമാനവും ഉണ്ടാകുന്ന പക്ഷം നാം നിമിത്തം ഒരു കുടുംബ കലഹവും അത് നിമിത്തമുണ്ടാകുവാൻ സാധ്യതയുള്ള കുടുംബ ഛിദ്രവും ആയതുപോലെ സഭാതർക്കവും അത് നിമിത്തമുണ്ടാകുവാൻ സാധ്യതയുള്ള സഭാപിരിയലുകളും ഒഴിവാക്കപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ വിയോജിപ്പ് സമ്മതിക്കുന്നത് മൂലം നാം സമാധാനം കൊണ്ടുവരികയാണ്. തിരുവചനം പറയുന്നു, എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. NIV ഭാഷാന്തരത്തിൽ ഈ വാക്യം ഇങ്ങനെ ആരംഭിക്കുന്നു, മേക്ക് എവറി എഫേർട്ട് ടു ലീവ് ഇൻ പീസ്. സമാധാനത്തോടെ ജീവിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുക. ഈ ശ്രമത്തിൻ്റെ ഭാഗമത്രേ എഗ്രീയിങ് ടു ഡിസഗ്രി, വിയോജിപ്പ് സമ്മതിക്കുക എന്നത്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.